വെൽക്കം ബാക്ക് ടു ഐപ്ലസ് ട്രെയിനിങ്. സോ സെറ്റ് ഹിന്ദിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഔട്ട് ആയിരിക്കുകയാണ്. നമുക്കറിയാം ഓൾറെഡി ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തവരാണെങ്കിലും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും കുറെ പ്രാവശ്യം ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ പോലും അല്ലെ, ലാസ്റ്റ് ടൈമിൽ വളരെ കുറച്ചു മാർക്കിലൊക്കെ ചിലവർക്ക് സെറ്റ് മിസ്സായി എന്നുള്ള ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം വളരെ സ്മാർട്ടർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് സെറ്റ് എക്സാം. സോ ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് കാണാമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ബിക്കോസ് കുറച്ച് അല്ലെ HSA പോലുള്ള കുറച്ച് എക്സാംസ് ഒക്കെ നടക്കാനായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഓഗസ്റ്റിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചൊരു ടൈം നമുക്ക് കിട്ടാണ്. വളരെ സ്മാർട്ടർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് നമ്മൾ സെറ്റ് ഹിന്ദിയുടെ ഒരു 60 ഡേ സ്റ്റഡി പ്ലാൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അല്ലെ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം പഠിച്ച് സെറ്റ് ക്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ 60 ഡേയ്സ് സൂപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡു വാട്ട് ഇസ് റൈറ്റ്, നോട്ട് വാട്ട് ഇസ് ഈസി അല്ലെ. നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാതെ വളരെ റൈറ്റ് ആയിട്ട് വളരെ സ്മാർട്ടർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സോ എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ ഡു വാട്ട് ഇസ് റൈറ്റ്, നോട്ട് വാട്ട് ഇസ് ഈസി. സോ ബിഫോർ ഗോയിങ് ടു 30 ഡേയ്സ് നമുക്കറിയാം സെറ്റ് എക്സാം 2 സ്ട്രീമുകളായിട്ടാണ് നടക്കുക അല്ലെ. അതായത് പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിലാണ് നടക്കുക. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ 1 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പേപ്പർ 2 പഠിക്കുക തന്നെ ചെയ്യണം. രണ്ടിനും മിനിമൽ മാർക്സ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അറിയാലോ. അപ്പം ഓരോ ലെയേഴ്സിനും ഇപ്പം OBCക്ക് ആണെങ്കിലും SCക്ക് ആണെങ്കിലും SC/STക്ക് ആണെങ്കിലും എല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയൻ അവർ പറഞ്ഞിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ഓഫ് മാർക്ക് അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയുന്നത് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെറ്റ് ഹിന്ദിയുടെ സെക്കൻഡ് പേപ്പറിന്റെ നമ്മുടെ മെയിൻ പേപ്പറിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മുടെ ഫസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ ചെയ്യണം. അപ്പം എങ്ങനെയാണ് സിലബസ് അല്ലെ, നമുക്കറിയാം ഇത്രയും യൂണിറ്റ്സ് ഉണ്ട്, ഏകദേശം 6 യൂണിറ്റ്സ് നമുക്കുണ്ട്. അത് മൊത്തം എങ്ങനെ കവർ ചെയ്ത് പഠിക്കണം. ഫോക്കസ് ഓൺ ദ ബേസിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, ഓരോ യൂണിറ്റിലും ബേസിക് ആയി പറയുന്ന കോൺസെപ്റ്റ്സ് എന്താണ്, അതിൽ വരുന്ന വ്യക്തികൾ ആരാണ്, അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സിലബസ് കവർ ചെയ്ത് 30 ദിവസം കൊണ്ട് പഠിക്കാം. മോറോവർ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും കൺസിസ്റ്റന്റ് സ്റ്റഡി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എവറി ഡേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ കുറച്ച് ഒരു ചെറിയ അല്ലെങ്കിൽ ഇത്ര ടൈം നമ്മളൊരു ടോപ്പിക്കിന് വെച്ചിട്ട് നമ്മൾ ഇത്ര ദിവസം ഇത്ര മണിക്കൂർ പഠിച്ചു. അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് നൈറ്റ് ആയിരിക്കും കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. ഒരു 1 to 2 അവർ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് നമ്മൾ 1 to 2 പഠിച്ചു. ആൻഡ് സെക്കൻഡ് ഡേ നമ്മൾ വിചാരിക്കുകയാണ് അതേപോലെ തന്നെ പഠിക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു. ആൻഡ് തേർഡ് ഡേ നമ്മൾ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മടിയോ ഒക്കെ കാരണം നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് ഇതും കൂടി ചേർത്ത് പഠിക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ വെക്കുകയാണെങ്കിൽ ഇപ്പൊ 1 to 2 അവർ ആണെങ്കിൽ ആ ഒരു 2 hours കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോവുക. സോ ദാറ്റ് ഇസ് എ മെയിൻ തിങ് ദാറ്റ് വി ഹാവ് ടു ഡു വെൻ വി കവർ ദ സിലബസ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സിലബസ് പഠിച്ചു പോകുന്നത്. ഓക്കെ, ഫോക്കസ് ഓൺ ദ ബേസിക് കൺസെപ്റ്റ് ഇൻ 6 യൂണിറ്റ്സ് ആസ് വെൽ ആസ് ദ കൺസിസ്റ്റന്റ് സ്റ്റഡി എവറി ഡേ പഠിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കംപ്ലീറ്റ് സിലബസ് 30 ദിവസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് 30 ദിവസം കഴിഞ്ഞു ആൻഡ് വീണ്ടും ഒരു 15 ദിവസം നമ്മൾ എടുക്കുകയാണ്. നെക്സ്റ്റ് 50 ഡേയ്സ് 60 ഓൾറെഡി 30 കഴിഞ്ഞു, ഇനി ഒരു 15 ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഓരോ നമ്മളിപ്പോ ഈ കവർ ചെയ്ത സിലബസ് മൊത്തം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവിങ് ടെസ്റ്റസ്. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കിലും ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു എക്സാം ടെസ്റ്റുകള്, ചെറിയ
സ്റ്റഡി മെറ്റീരിയൽസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. പ്രീവിയസ് ഇയേഴ്സ് അല്ല, ഓരോ പ്രത്യേകം നമ്മൾ പഠിച്ച മൊഡ്യൂൾ വൈസ് തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ആ ഒരു ടോപ്പിക്കിൽ ക്ലിയർ ആണ്, നമുക്ക് അതിൽ എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് ഏരിയ ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം 120 ക്വസ്റ്റ്യൻസിന് നമുക്ക് 120 മിനിറ്റ്സ് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അത്രയും ടൈം കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് എക്സാം. ഇൻ ദിസ് എക്സാം എന്നല്ല, എല്ലാ എക്സാംസിലുമാണ്. സോ ടൈം മാനേജ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു 50 ഡേയ്സിൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമുക്കറിയാം ചിലപ്പം എന്താ പറയുക, കാലക്രമിനനുസരിച്ചിട്ടൊക്കെ ആക്കാനായിട്ട്, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. വൺ വേർഡ്സ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് വായിച്ച് വേഗം ആൻസർ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ മാച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു 1 മിനിറ്റ് കൊണ്ടൊന്നും അത് ചെയ്യണം പറ്റണമെന്നില്ല. കുറച്ചൊന്ന് ചിന്തിച്ച് അല്ലെ, ആ രീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ മറ്റേ ക്വസ്റ്റ്യനിൽ നമ്മളത് ടാലി ആക്കി കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടൈം മാനേജ്മെന്റ് കൂടെ നമ്മൾ നെക്സ്റ്റ് 50 ഡേയ്സിൽ ചെയ്ത് നോക്കണം. ഓക്കെ, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ 45 ദിവസം ആയല്ലോ, ഇനി ഒരു 45 ദിവസം കൂടെ ഉണ്ട്. ദിസ് എ ടൈം ഓഫ് ഫൈനൽ റിവിഷൻ. ഓക്കെ, ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു സെയിങ് പറയാണ്, നമ്മൾ ഒന്നും പഠിക്കാതിരിക്കുന്നതിന് ഈക്വൽ ആണ് നമ്മൾ റിവൈസ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്തില്ല എങ്കിൽ അത് പഠിക്കാതിരിക്കുന്നതിന് തുല്യം തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ മെമ്മറീസ് അങ്ങനെയാണല്ലോ അല്ലെ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകും. അതെല്ലാവർക്കും ഉള്ളൊരു ഇത് തന്നെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മാത്രം. പക്ഷേ ഈ 60 ഡേയ്സിൽ ലാസ്റ്റ് 15 ഡേയ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഈ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 45 ഡേയ്സിൽ നിർത്തി ലാസ്റ്റ് 15 ഡേയ്സ് മസ്റ്റ് ആയിട്ട് ഫൈനൽ റിവിഷൻ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം എക്സാം ഒക്കെ ചെയ്ത് നോക്കി, ടെസ്റ്റുകളൊക്കെ സോൾവ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് അറിയാം നമുക്ക് എവിടെയാണ് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ പറയണത്, പഠിച്ച പോർഷൻസ് ആണ്, പുതിയതായിട്ടൊന്നും എടുക്കരുത്. അപ്പം അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത വീക്കർ ഏരിയാസ് ഉണ്ടല്ലോ, ഫോക്കസ് ഓൺ ദ വീക്കർ ഏരിയാസ് വിച്ച് യു കുഡിൻ ആൻസർ. ഓൾറെഡി നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത്, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മൽ പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ നമ്മുടേത് എന്താ അറിയുന്നത്, നമുക്ക് എന്താ കിട്ടുന്നത് എന്ന് വെച്ച് തന്നെ ആൻസർ ചെയ്യണം കേട്ടോ. ആ ഏരിയാസ് ആൻസർ ചെയ്യാൻ പറ്റാത്ത വീക്കർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ റീസ്റ്റഡി ചെയ്ത് ഫൈനൽ റിവിഷനിൽ ചെയ്യും. ആൻഡ് ഈ സമയത്താണ് നമ്മൾ ഹോൾ സ്റ്റഡീഡ് പോർഷൻസ് റിവൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സോൾവ് ചെയ്യുന്നത് PYQs. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു പീരീഡിൽ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചെയ്ത് നോക്കണം. റിവൈസ് ദ ഹോൾ സ്റ്റഡീഡ് പോർഷൻ ആസ് വെൽ ആസ് സോൾവിങ് ഓഫ് PYQs. ഓക്കെ, ഒരിക്കലും ഈ ലാസ്റ്റത്തെ ടൈമിലല്ലാതെ PYQs നമ്മൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ചിലപ്പം അതിൻ്റെ കൂടെയും ക്വസ്റ്റ്യൻസ് കാണും, പക്ഷെ PYQs എപ്പോഴും ലാസ്റ്റ് ഡേയ്സ് ചെയ്ത് നോക്കുന്നതാവും ബെറ്റർ ആവുക കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 30 ദിവസം പഠിക്കുകയും പിന്നീട് 15 ഡേയ്സ് നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ നടത്തുകയും ആൻഡ് ഫൈനൽ റിവിഷൻ ലാസ്റ്റ് 15 ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്ത്, അതും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് സെറ്റ് ഹിന്ദിയുടെ ഫോക്കസ് ഏരിയാസ് ആണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 30 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് പഠിക്കണമെന്ന്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ആയിട്ട് മെയിൻ ആയിട്ട് പഠിക്കുന്നത് അല്ലെ, നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ആൻഡ് അതിൽ നമ്മൾ എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഹിന്ദി സാഹിത്യമാണ്. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ആദികാൽ സേ പൂർവ ഭാരതേന്ദു തക്. ഓക്കെ, നമുക്ക് അതുവരെയാണ് ഫസ്റ്റ് ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതിൽ ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ, ഇതെല്ലാം എല്ലാത്തിൻ്റെയും പ്രവർത്തികളും അതിൽ വരുന്ന ആൾക്കാരും കവികളും അവരുടെ രചനകളും എല്ലാം മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യകാല ചില സമയം നമ്മളോട് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാറുണ്ട്, ഏത് കഥനാണ് അസത്യം അല്ലെങ്കിൽ ഏതാണ് സത്യം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഒരിക്കലും വൺ വേർഡ്സ് മാത്രം പഠിച്ചു പോകരുത്. ആദ്യകാലത്തെ പൃഷ്ഠഭൂമി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തികള്, അതിലുള്ള കവികള്, അതിലുള്ള ലേഖകകള് ഒക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഏത് ലേഖകാണ് ആദികാലിൽ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഭാഷ അല്ലെ, അങ്ങനെ ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിഹാസില് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ.
ആൻഡ് അടുത്തൊരു ഫോക്കസ് ഏരിയ വരുന്നത് ഹിന്ദി സാഹിത്യ का इतिहास भारतेंदु से 1940 तक के भारतेंदु ആധുനിക കാലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഭാരതേന്ദു യുഗ, ദ്വിവേദി യുഗം, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നൈകവിത. ഈ രീതിയിലാണ് നമ്മുടെ ആധുനിക കാലിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഭാരതേന്ദു യുഗം, ദ്വിവേദി യുഗം, ഛായാവാദ്, പ്രഗതി, പ്രയോഗ, നൈകവിത എല്ലാ ഏരിയാസിന്റെയും പ്രവർത്തികളും ലേഖകകളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. അതിന് മൂന്നാമത്തെ വരുന്നത് ആധുനിക കാൽ. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആധുനിക കാലിലാണ് നമുക്ക് ഗദ്യ സാഹിത്യത്തിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെ ഉണ്ടായി വന്നത്. 1940s ആണ്. അതില് കഥാസാഹിത്യ, നയീ കവിത, നാടക്, ആലോചന, ഉപന്യാസ്, ദളിത് വിമർശ്, നാരി വിമർശ്, ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കഥാസാഹിത്യം എടുക്കുകയാണെങ്കിൽ കഥാസാഹിത്യ ഉദ്ഭവ, വികാസ, ആദിത്യ കഹാനി, പ്രേംചന്ദ്, ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഹാനിക്കാർ, ഇതൊക്കെ നാട്ടക് അല്ലെ. അതുപോലെ കവിതയാണെങ്കിലും ആലോചനയാണെങ്കിലും ഉപന്യാസമാണെങ്കിലും ആദ്യത്തെ ആരാണ് അല്ലെ, ഓരോ വ്യക്തികൾ, അവരുടെ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള പേരുകളുള്ളവര് ഒക്കെ, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഗദ്യ സാഹിത്യം നോക്കണം കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ ഇരുന്ന് തന്നെ പഠിക്കണം. ഇതിലൊന്നും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. ആൻഡ് അടുത്തത് വരുന്നത് ഗ്രാമറിലേക്കാണ്. അതിൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചറൽ ഗ്രാമർ എന്നുള്ള ടോപ്പിക്. നമുക്കറിയാം ദേവനാഗരി ലിപിയിൽ നിന്നാണ് ഹിന്ദിക്ക് വികാസം ഉണ്ടാവുന്നത്. അപ്പൊ ദേവനാഗരി ലിപിയുടെ വികാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ വ്യാകരണത്തിലേക്ക് വരുമ്പോൾ സംഖ്യ, സർവന, വിശേഷൻ, അവ്യയ്, കാരക്, സന്ധി, സമാസ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സസ് തൊട്ട് പഠിച്ചു പോകുന്നതായതുകൊണ്ട് തന്നെ ഇതിനൊന്നും അധികം സമയം നമ്മൾ കളയരുത്. ഒരു ദിവസം കൊണ്ട് തന്നെ പറ്റുകയാണെങ്കിൽ ഇത് ഇത്രയും ടോപ്പിക്സ് നോക്കി ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഗ്രാമർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗ്രാമർ എപ്പോഴും നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്, പക്ഷെ തെറ്റാനും ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് മനസ്സിലാക്കി കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഗ്രാമർ പോർഷൻസ് ക്ലിയർ ആകും. അതുകൊണ്ട് അധികം സമയം എന്നാൽ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദേവനാഗരി വികാസം ആണെങ്കിലും അതുപോലെ ഭാഷയുടെ ഉദ്ഭവമാണെങ്കിലും വർഗീകരണം ആണെങ്കിലും എല്ലാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മറ്റൊരു ഫോക്കസ് ഏരിയ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ലിറ്റററി തോട്ട്സ്. മസ്റ്റ് ആയിട്ട് 2 to 3 ക്വസ്റ്റ്യൻസ് ഈ വെസ്റ്റേൺ എന്നും ഈസ്റ്റേൺ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡാന്റേ, കോൾറിച്ച്, വേർഡ്സ്വർത്ത് പോലുള്ള ലേഖകകളും അവരുടെ കൃതികളും അവരുടെ കഥനുകളും അവരുടെ വാദുകളും എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ആൻഡ് ഈസ്റ്റേണിലേക്ക് വരികയാണെങ്കിൽ ദണ്ഡി, വാമൻ, രുദ്രടാണ്, ഭരതമുനി, അങ്ങനെയുള്ള ഇവരുടെ വാദുകൾ നമുക്കറിയാം. രീതി സിദ്ധാന്ത, അലങ്കാർ സിദ്ധാന്തം, ധ്വനി സിദ്ധാന്ത, അങ്ങനെ വക്രോക്തി, ഈ പറഞ്ഞുള്ള സിദ്ധാന്തകള്, ഇവരുടെ രചനകള്, കഥനികളാണ് ഇമ്പോർട്ടന്റ് ആണ്. കഥനികളൊക്കെ നമ്മൾ പഠിക്കണം. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിലെ ചന്തുകൾ വരുന്നത് ദോഹ, ചൗപ്പായി, ഇന്ദ്രവജ്ര, മാലിന്യ, മന്ദാക്രാന്ത അല്ലെ പോലുള്ള ചന്തുകളും അനുപ്രാസുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നും അതിന്റെയൊക്കെ എക്സാമ്പിൾസും. ഇപ്പൊ നമുക്കറിയാം മിക്കവാറും ഇങ്ങനെയുള്ള എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഒരേ എക്സാമ്പിൾസ് തന്നെയായിരിക്കും. നമ്മൾ കേട്ട് പരിചയമുള്ള എക്സാമ്പിളുകളൊക്കെ തന്നെയായിരിക്കും ചോദിക്കാറുള്ളത്. സോ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഈ ചന്തുകളൊക്കെ പഠിക്കാം. എക്സാമ്പിൾസ് വെച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെയാണ് നമുക്ക് ചന്തിലൊക്കെ ചെയ്യാനുള്ളൂ. വേഗം വേഗം പോകുന്ന ടോപ്പിക്കുകളാണ്, വേഗം വേഗം പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ടോപ്പിക്കാണ്. ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾക്ക് കുറച്ച് ലെസ് ടൈം കൊടുത്തിട്ട് നമ്മുടെ കഹാനി, നാടക അതിനൊക്കെ ഒരു 2, 3, 4 ഡേയ്സ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, ഓൾറെഡി ഈ ഫോക്കസ് ഏരിയ എടുത്തു വെച്ചിട്ട് ഓരോന്നിനും എത്ര ദിവസം. പിന്നെ ചില ആൾക്കാർക്കുണ്ട് ഈ നാടക കഹാനിയൊക്കെ വേഗം പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ ഗോ ത്രൂ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു സോ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫങ്ഷണൽ ഹിന്ദി അല്ലെ. പ്രയോജനമൂലക് ഹിന്ദി ഉണ്ട്, രാജ്ഭാഷ നിയം ഉണ്ട്, ഹിന്ദി കമ്പ്യൂട്ടിംഗ്, ഹിന്ദി का ഇന്റർനെറ്റ് പോർട്ടൽസ്, പത്രകാരിത, സമാചാർ പത്രികയും ഒക്കെ വരുന്നത് ഈ ഒരു ഫങ്ഷണൽ ഹിന്ദി ടോപ്പിക്കിലാണ്. ആൻഡ് നമുക്ക് ഈ പ്രയോജനമൂലക്, രാജ്ഭാഷ, ഹിന്ദി കമ്പ്യൂട്ടിംഗ്, ഹിന്ദി ഇന്റർനെറ്റ് പോർട്ടൽ വരെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം മനസ്സിലാക്കുന്ന ടോപ്പിക്കുകൾ. നമുക്ക് ആ കോണ്ടന്റ് ഒക്കെ നന്നായി പഠിച്ചു. പോർട്ടൽസ് മാത്രം 1-2 പേരുകൾ പഠിക്കേണ്ടി വരും.
പക്ഷേ പത്രകാരിത സമാചാരം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലെ. ആദ്യത്തെ സമാചാരം, ആദ്യത്തെ പത്രകാരിത, ഓരോ പത്രകാരിതയുടെ ഇൻഫ്ലുവൻസിലെ ഗദ്യ സാഹിത്യം ഇവോൾവ് ആയപ്പോൾ തൊട്ടിട്ടുള്ള പത്രകാരിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ബാക്കിയുള്ള ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാക്സിമം കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ നോക്കാം. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അനുവാദം. അനുവാദം നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ अनुवाद का प्रकार गुण परिभाषिक शब्दावली. अनुवाद का गुण प्रकार അതിന്റെ പ്രവൃത്തികളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാം. പാരിഭാഷിക് ശബ്ദാവലി ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. കുറെ അധികം പാരിഭാഷിക് ശബ്ദാവലികളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ രീതിയിൽ അതൊന്ന് പഠിച്ചെടുക്കാം. പിന്നീട് ശബ്ദവിജ്ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ശബ്ദവിജ്ഞാനില് ധ്വനി വിജ്ഞാൻ, രൂപവിജ്ഞാൻ, വാക്യവിജ്ഞാൻ, അർത്ഥവിജ്ഞാൻ, അതിന്റെ തന്നെ ഭേദങ്ങള് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വർഗീകരണം ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു പോകണം. സോ ഇത്രയൊക്കെയാണ് ഹിന്ദിയിൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്ത വിഭാഗങ്ങളായിട്ട് വരുന്നതൊക്കെ. ഇത്രയും നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോർഷൻസ് മൊത്തം കവർ ചെയ്ത് തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്ലിയർ ആണല്ലോ ഇത്രയും ടോപ്പിക്കുകളൊക്കെ. ഓരോ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ റൈറ്റ് ആയിട്ട്, ഈസി ആയിട്ടല്ല റൈറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ സെറ്റ്. സോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നതിനെ കാട്ടിയിട്ടും വേഗം തന്നെ ഒരു 60 ഡേയ്സ് പ്ലാൻ ഫോളോ ചെയ്ത് കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച സെറ്റ് ക്രാക്ക് ചെയ്യുക. സോ താങ്ക് യു ഓൾ ഓഫ് യു ആൻഡ് വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് ഫോർ എ ബ്യൂട്ടിഫുൾ അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനും അത് ഫോളോ ചെയ്യാനും സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു.